നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിയിലേക്ക് സിപിഎമ്മിനെ നയിച്ചതിൽ പ്രധാനമായ കാര്യം ഭരണവിരുദ്ധ വികാരമാണെന്ന് പകൽ പോലെ വ്യക്തമാണ്. എന്നാൽ ഇക്കാര്യം മുഖ്യമന്ത്രിക്ക് മുന്നിൽ പറയാൻ പോകുന്ന നേതാക്കൾ പാർട്ടിയിൽ ഇല്ല എന്നതാണ് സിപിഎം നേരിടുന്ന പ്രധാന പ്രശ്നം. തോൽവി അവലോകനം ചെയ്യാൻ ഇന്നലെ ചേർന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും കാര്യമായ വിമർശനങ്ങൾ മുഖ്യമന്ത്രിക്കും ഭരണത്തിനും എതിരെ ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. സർക്കാരിന്റെ പരിഗണനയിൽ മാറ്റം വേണമെന്നും കൂടുതൽ ജനകീയമാകണമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അഭിപ്രായമുയർന്നു. എൽഡിഎഫും പാർട്ടിയും ആഴത്തിൽ പരിശോധിച്ച് മാറ്റങ്ങൾക്ക് തയ്യാറാകണമെന്ന സന്ദേശമാണ് ജനവിധി നൽകുന്നത് എന്നും സെക്രട്ടേറിയറ്റ് വിലയിരുത്തലുണ്ടായി. കഴിഞ്ഞ ദിവസം ഒരുപക്ഷെ മേയർ ആര്യ രാജേന്ദ്രനെതിരെ നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അത്തരം വാർത്ത കൊടുത്തപ്പോൾ സത്യത്തിൽ ജനങ്ങൾ പ്രതികരിക്കുകയുണ്ടായി. ജനങ്ങളുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: സത്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലത്തിലും എൽഡിഎഫിന് വിജയിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ അങ്ങനെയെങ്കിൽ സത്യത്തിൽ പിണറായി വിജയൻ രാജിവെച്ച് പോകേണ്ട സാഹചര്യമല്ലേ ഉണ്ടാകുന്നത്? ഇത് സത്യത്തിൽ മനുഷ്യന്മാർ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പ്രതികരിച്ച ദിവസമാണ്. വെറും പുച്ഛമായി കാണുന്നവർക്ക് ഉള്ള ഒരു മറുപടിയാണിത്. ചില കമന്റുകൾ നമുക്ക് നോക്കാം. മാപ്പ് പറഞ്ഞിട്ടും സ്വീകരിക്കാത്ത അഹങ്കാരി, ഇവരെ ഇനി ജനങ്ങൾക്ക് വേണ്ട എന്നാണ് മേയർ ആര്യ രാജേന്ദ്രനെ കുറിച്ച് ജനങ്ങളുടെ ഒരു പൊതുവികാരം. ജനങ്ങൾ എല്ലാ സംഭവങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. സർക്കാർ മാത്രം ഒന്നും കാണുന്നില്ല. ഏത് പാർട്ടി ആയാലും തെറ്റാണെന്ന് തന്നെ പറയണം. അതൊരു ഉദാഹരണമാണ് ഇപ്പോൾ നടന്ന വോട്ടെടുപ്പ്. എല്ലാ കാര്യങ്ങളും അപ്പോൾ തന്നെ അറിയാൻ എല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നും ജനങ്ങൾക്ക് മുന്നിൽ പറ്റിക്കാൻ കഴിയില്ല. എത്രയും പെട്ടെന്ന് പരിശോധിച്ച് തീരുമാനമെടുക്കണം. മേയർ ആര്യ രാജേന്ദ്രന്റെ കാര്യത്തിൽ ഉള്ള കാര്യമാണ് ഇപ്പോൾ ജനങ്ങൾ പറയുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ മോശമായാണ് ഈ ഭരണം കാഴ്ചവെക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ ഒരു മുന്നണി തീരുമാനമെടുത്തുകൊണ്ട് ഇവരെയൊക്കെ പുറത്താക്കണമെന്ന ആവശ്യവും ഉയരുകയാണ്. വെറുതെ ജനങ്ങൾക്ക് വേണ്ടാത്തവരെ എന്തിനീ ചുമക്കുന്നു? ഇനിയെങ്കിലും ഏതൊരു രാഷ്ട്രീയ പാർട്ടികളും ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. പ്രായവും പക്വതയും ആകാത്ത ഒരാളിനെയും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുത്തരുത്. ഇവർ എന്ന് തെറ്റായി അംഗീകരിക്കുന്നു അന്ന് മുതൽ അഹങ്കാരം, ധാർഷ്ട്യം, സ്വജനപക്ഷപാതം ഇവർക്ക് മാത്രം മതി. എല്ലാ സുഖഭോഗങ്ങളും ഇവർക്ക് മാത്രം. ഇതൊക്കെ തിരുത്തിയാൽ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടാകാൻ സാധിക്കും. എന്തായാലും ഇറക്കിയാൽ നല്ലത് എന്ന് പറയുന്നവരും അധികമായി വരുന്നുണ്ട്. ആദ്യം പുറത്താക്കേണ്ടത് പിണറായിയാണ്. എന്നാലേ ഒരു തിരിച്ചുവരവ് ഉണ്ടാകുകയുള്ളൂ. അടുത്ത ഇലക്ഷനോടുകൂടി കനൽ തരി അണയും ഉറപ്പാണ് എന്ന് പറയുന്നവരുമുണ്ട്. ഇത് സത്യത്തിൽ ജനങ്ങൾ നൽകുന്ന ഒരു മുന്നറിയിപ്പാണ്. കാരണം എത്രയൊക്കെ അവരെ ധാർഷ്ട്യം കൊണ്ടും അഹങ്കാരം കൊണ്ടും അകറ്റി നിർത്താൻ കഴിയുന്നു, അത്രയും ഏറെ പാർട്ടിയും ജനമനസ്സിൽ നിന്നും അകലുകയാണ് എന്ന സത്യം, അകലുന്ന പോവുകയാണ് എന്ന സത്യം സർക്കാർ ഓർക്കേണ്ടതുണ്ട്. ഏറ്റവും ചെറിയ, അതായത് ഈ മേയർ, MLA, മുഖ്യമന്ത്രി തുടങ്ങിയ അത്തരം നേതാക്കൾ, അതിൽ ഏറ്റവും താഴെക്കിടയിൽ നിൽക്കുന്ന ഈ മേയർ വരെ ഇത്തരം ധാർഷ്ട്യത്തോടു കൂടിയാണ് പെരുമാറുന്നതെങ്കിൽ ഇങ്ങനെയല്ല, ഇതിനപ്പുറവും ജനങ്ങൾ പ്രതികരിക്കും. ഈ മേയറിനെ മാറ്റി അല്ലെങ്കിൽ മേയറിന്റെ സ്വഭാവ രീതിയിൽ മാറ്റിക്കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ നല്ല രീതിയിൽ നടത്താനുള്ള സാധ്യതയുണ്ടെന്നും മാത്രമല്ല പിണറായിയും അത് കണ്ട് പഠിക്കരുത് എന്നും പറയുന്നവരാണ് അധികമായി ഉള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസം നടന്ന പാർട്ടിയുടെ വിലയിരുത്തൽ യോഗത്തിലും കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കണമെന്ന് മാത്രമാണ് അവർ പറഞ്ഞത്. അല്ലെങ്കിൽ പിണറായി വിജയന്റെ ധാർഷ്ട്യമോ മേയർ ആര്യ രാജേന്ദ്രന്റെ അഹങ്കാരത്തെക്കുറിച്ചോ ഒന്നും തന്നെ ചർച്ചയായിട്ടില്ല. കാരണം അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്താൽ മാത്രമേ എന്തുകൊണ്ട് തോറ്റു എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ലഭിക്കുകയുള്ളൂ. എന്തായാലും ആ ഉത്തരം കൃത്യമായി ലഭിക്കാത്തിടത്തോളം കാലം ഈ പാർട്ടി ഇങ്ങനെ തന്നെ ആയിരിക്കും പോവുക. കനൽ ഒരു തരി എന്നുള്ളത് ഇനി കനൽ പോലും കാണില്ല. അത് ഊതിക്കെടുത്താൻ അധിക സമയം വേണ്ടി വരില്ല എന്ന് ജനം ഇനിയും മുന്നറിയിപ്പ് നൽകാനുള്ള സാധ്യതയാണ് ഉള്ളത്.